ഗോദ്രയിലെ തീവെപ്പ് സംഘപരിവാർ ആസൂത്രണം ചെയ്ത് നടത്തിയതാണ്. യാതൊരു സംശയവും വേണ്ട. സംഘപരിവാർ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ഒന്നാണ് ഗോദ്രയിലെ തീവെപ്പ്. തീവണ്ടിയിൽ കൊല്ലപ്പെട്ടത് 26 സ്ത്രീകളും 13 കുട്ടികളും കർഷകരായിരുന്നോ? 26 സ്ത്രീകളും 13 കുട്ടികളും കർഷകരായിരുന്നോ? അല്ലല്ലോ. ആ ട്രെയിനിൽ എന്തുകൊണ്ട് S6 എന്ന് പറയുന്ന കമ്പാർട്ട്മെന്റ് മാത്രം കത്തിയമർന്നു? എന്തുകൊണ്ട് 2000 പേര് മതവർഗീയവാദികൾ കൂടി എന്നിവർ പറയുന്നിടത്ത് S6നൊപ്പം S5ഉം S7ഉം ആക്രമിക്കപ്പെട്ടില്ല? എങ്ങനെയാണ് 14 അടി താഴ്ചയിൽ നിന്ന് ആ ട്രെയിനിലേക്ക് മണ്ണെണ്ണ ഒഴിച്ചെങ്കിൽ, പെട്രോൾ ഒഴിച്ചെങ്കിൽ എന്തുകൊണ്ട് ജനലിന് മുകളിലേക്ക് മാത്രം തീ കത്തിയത്, താഴത്തേക്ക് തീ കത്താഞ്ഞത്? അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് റെയിൽവേ വെച്ച മുഖർജി കമ്മീഷനും കൃഷ്ണയ്യരുടെ നേതൃത്വത്തിലുള്ള കൺസേൺഡ് സിറ്റിസൺസ് ട്രൈബ്യൂണലും വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതൊരു അപകടമായിരുന്നു. ആ അപകടത്തിൽ മരണപ്പെട്ടത് 26 സ്ത്രീകളും 13 കുട്ടികളുമായിരുന്നു. അവർക്ക് കർഷകരുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഗുജറാത്തിലെ പോലീസ് ഉണ്ടാക്കിയെടുത്ത മെനഞ്ഞെടുത്ത ഈ പറയുന്ന സംഘപരിവാറിന്റെ അജണ്ടയ്ക്കനുസരിച്ച് ആ കേസ് മുന്നോട്ട് പോയി. ആ കേസ് മുന്നോട്ട് പോയത് എന്തിനായിരുന്നു? ആ ഗുജറാത്തിൽ ഏകപക്ഷീയമായി മുസ്ലിം ജനവിഭാഗത്തിൽപ്പെട്ടവരെ കൊന്നൊടുക്കുന്നതിന് വേണ്ടി നരേന്ദ്രമോദി എന്ന് പറയുന്ന നരാധമൻ, ആ നരാധമൻ നടത്തിയ കൊലയായിരുന്നു. ഏകപക്ഷീയമായ. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ പ്രിന്റു മഹാദേവ്, അതായത് രാജ്യം മറക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന സംഭവങ്ങൾ, വിഷയങ്ങൾ ഈ സിനിമയിലൂടെ പ്രമേയമാക്കി അത് ഓർമ്മപ്പെടുത്തുന്നതിലുള്ള ഭയമാണ് നിങ്ങൾക്ക് എന്നുള്ളതാണ് അവസാനം എത്തിച്ചേരുന്നത്.